Loga, Chapter 1, Chandra. Writer, Director, Dominic Arun. Screenplay, additional screenplay work ചെയ്തിരിക്കുന്നത് ശാന്തി. നമ്മുടെ തരംഗം ഫിലിമിൽ പുള്ളിയുടെ തന്നെ ഡൊമിനിക് അരുണിൻ്റെ തരംഗം ഫിലിമിലുള്ള ഹീറോയിൻ ആയിട്ടുള്ള പുള്ളിക്കാരിയാണ്. സ്റ്റാറിംഗ് കല്യാണി പ്രിയദർശൻ, നസ്ലിൻ, അതുപോലെ തന്നെ ചന്തു സലീം കുമാർ, അരുൺ കുര്യൻ, വിജയരാഘവൻ, നമ്മുടെ നിഷാന്ത് സാഗർ, സാൻഡി മാസ്റ്റർ, ഇവരൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ്. സൂപ്പർ ഹീറോ സബ്ജക്റ്റ് നമ്മൾ മിന്നൽ മുരളി ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മിന്നൽ മുരളിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊക്കെയുള്ള മേജർ ആയിട്ടുള്ളൊരു കൺസേൺ വെച്ചാൽ മിന്നൽ മുരളിയിൽ ബേസിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എങ്ങനെ നമ്മൾ പവർ കൊടുക്കും, ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു വില്ലൻ വേണം എന്നുള്ളത്. ഈ മിന്നൽ മുരളിക്ക് മിന്നലടിച്ചിട്ട് പവർ കിട്ടുന്നു, പക്ഷേ ഈക്വൽ ആയിട്ടുള്ളൊരു വില്ലൻ വേണം. അപ്പോൾ രാഷ്ട്രീയക്കാരനോ അങ്ങനെ ആരും ബിസിനസ്മാനോ അങ്ങനെ ഒന്നും പറ്റില്ല, കാരണം ഹീസ് റിയലി പവർഫുൾ. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് ഒരുപാട് സമയം ആലോചിച്ചു എന്ന് പറയും. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു സൂപ്പർ ഹീറോ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് ലോകം വരുന്ന സമയത്ത് എന്തായിരിക്കും ഇവരിനി നമുക്ക് കാണിക്കുന്നത്. കാരണം നമുക്ക് ബ്രഹ്മാസ്ത്ര വന്നു, അത് വേറൊരു ടൈപ്പ് ഓഫ് പരിപാടി അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല ചെറിയ ചെറിയ സിനിമകൾ നമുക്ക് വന്നു. ഇപ്പോൾ ഹനുമാൻ പോലുള്ള സിനിമ കൈൻഡ് ഓഫ് എ സൂപ്പർ ഹീറോ ആണ്. അപ്പോൾ അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് വന്നു. അപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ കുറവെന്ന് പറയുന്നു ഇവർ ഇതെങ്ങനെ ഇപ്പോൾ മാർവൽ പോലെ തന്നെ ആയിപ്പോവോ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി, കാരണം അങ്ങനെ അല്ലാതൊരു സിനിമ എടുക്കാൻ പറ്റില്ല. കാരണം ബെഞ്ച് മാർക്ക് അതുപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മാർവലും ഡിസിയും. കാരണം നമുക്ക് ഒരു മറ്റേ മാർവലിൻ്റെ അവഞ്ചേഴ്സ് അസംബ്ലിൻ്റെ പോലത്തെ ഒരു സാദൃശ്യമുള്ള മ്യൂസിക് ഇല്ലാതെ ഒരു സൂപ്പർ ഹീറോ സിനിമ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ബൈ നാച്ചുറലി അങ്ങനെ വരുന്നത്. അപ്പോൾ എന്താണ് ലോകയിൽ ചെയ്തു വയ്ക്കാൻ നോക്കുമ്പോൾ ലോക ഇസ് സംതിങ് ഡിഫറെൻറ്റ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ പറഞ്ഞില്ല, ലിറ്ററലി ഒരു പാഷൻ, ഒരു സിനിമയോടുള്ള പാഷൻ, ഒരു സിനിമ എന്താവണം എന്നുള്ള കൺവിക്ഷൻ. ഈ സിനിമ ഞാൻ ഇങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്, ഈ സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ ഇത് ഇങ്ങനെയാണ്. 30 crores 35 crores ഒരു സിനിമ വേൾഡ് ക്ലാസ് എന്ന് മാത്രമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാനുള്ളത്. അത്രയും ഗംഭീരമായിട്ടുള്ള പാഷൻ ഈ സിനിമേൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓരോ ഫ്രെയിമിനെ പറ്റി പറയുമ്പോൾ നിമിഷ് രവി ഒരു ക്യാമറാമാൻ ഒരു ഡയറക്ടറോട് എത്രമാത്രം വന്നിട്ട് എന്താ പറയുക ഇൻസിങ്കിലായിരിക്കണം ഇതുപോലത്തെ ഒരു പ്രോഡക്റ്റ് പുൾ ഓഫ് ചെയ്യാൻ. ലൈറ്റിംഗ് മുതൽ ബാംഗ്ലൂരിൻ്റെ ഒരു സ്ട്രീറ്റാണ്, അത് സെറ്റ് ഇട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷേങ്കിൽ അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺസ്, പുള്ളിക്കാരൻ്റെ ക്യാമറ, ഇനീഷ്യലി പുള്ളിക്കാരൻ എന്തൊക്കെ അറിയാം നമ്മുടെ എൻ്റെ അഞ്ചാൻ്റെ ഡയറക്ടറുടെ കത്തിക്കിട്ട മൊത്ത വിദ്യയും എന്ന് പറയില്ലേ, ആ ലെവൽ പരിപാടിയാണ് ആക്ച്വലി നിമിഷ് ഈ സിനിമയിൽ. ഈ നിമിഷ് ഒരുപാട് സിനിമ ഇപ്പോൾ കുറിപ്പായി കഴിഞ്ഞു, അങ്ങനത്തെ പല സിനിമകളിലും നിമിഷിൻ്റെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ലോക ഈസ് പേഴ്സണൽ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് വെച്ചാൽ അത്രയും ആ സിനിമേനെ ഗ്രാസ്പ് ചെയ്ത് ഉള്ളിലോട്ട് പോയി ഉള്ള രണ്ടാമത്തെ പേഴ്സൺ എന്ന് പറയുന്നത് ഡൊമിനിക് അരുണാണ്. അഗൈൻ റൈറ്റിംഗ് ഈ സിനിമയില്ലേ, ഈ സിനിമ ലിറ്ററലി ഈ സിനിമ വന്നിട്ട് വെച്ചാൽ എനി ഡേ ഇറ്റ്സ് എ ഹിറ്റ് എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ്. കാരണം അങ്ങനത്തെ ഒരു സിനിമ നമ്മളധികം കണ്ടില്ല മലയാളത്തിൽ. ആക്ച്വലി നമ്മൾ കണ്ടിട്ടില്ല മലയാളത്തിൽ എന്നുള്ളതാണ് പറയുന്നത്. ഹോളിവുഡിൽ കണ്ടു വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ബെഞ്ച് മാർക്സ് ഉണ്ട്, അതുകൊണ്ട് നമുക്കറിയില്ല. പക്ഷേ മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യയിൽ ഇങ്ങനൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് ലോക ഇസ് റിയലി സ്പെഷ്യൽ. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതുപോലത്തെ ഒരു സിനിമ വന്നെന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് റിയലി സ്പെഷ്യൽ. ഇതിൻ്റെ മറ്റ് ടെക്നിക്കലാണ് കൂടുതൽ സംസാരിക്കുക. ടെക്നിക്കലിലേക്ക് പോകുന്ന സമയത്ത് വെച്ചാൽ കമ്പോസർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് മ്യൂസിക് ജെയ്ക്സ് ബിജോയ്. ഇതിൻ്റെ ടൈറ്റിൽ സോങ്ങിൽ ലോക എന്ന് പറയുന്ന ഈ സംഭവം എഴുതി കാണിക്കുന്ന മുതൽ ടൈറ്റിൽ സോങ്ങിൽ ഉണ്ടാകുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ട്. നമുക്ക് ഞാനൊക്കെ കാണാൻ പോകുന്ന സമയത്ത് ഇതിന് ഇത്രയും അഭിപ്രായം വന്നിട്ടുണ്ട്, കാരണം ഞാൻ ഫസ്റ്റ് ഡേ പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ഫ്രം ദ സ്റ്റാർട്ട് നമ്മളെ വന്നിട്ട് സിനിമയിലേക്ക് കൊണ്ടുപോകുന്ന ടൈപ്പ് ഒരു മ്യൂസിക് ഉണ്ടാവുമല്ലോ. ടൈറ്റിൽ ഗ്രാഫിക്സിൽ ജെയ്ക്സ് കൊടുത്തിട്ടുള്ള മ്യൂസിക്, പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവൽ പൊസിഷനിലും, അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ കല്യാണി പ്രിയദർശൻ ചന്ദ്രയുടെ ക്യാരക്ടറിനെ എലിവേറ്റ് ചെയ്യുന്ന മ്യൂസിക്കുകൾ, പിന്നെ നമ്മുടെ ഇതിൻ്റെ കട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ എഡിറ്റിംഗ് പറഞ്ഞ ചമൻ ചാക്കോല് ഇന്റർവെല്ലുള്ള നോൺ ലീനിയർ കട്ട്സ്, 2 ഡിഫറെൻറ്റ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇന്റർവെല്ലിനൊക്കെ പീക്ക് മൊമെന്റ്, ഇന്റർവെല്ലിനൊക്കെ ചുമ്മാ ഇന്റർവെല്ലിന് നമ്മൾ സീറ്റിൽ എണീക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതുപോലെ ആയിരിക്കണം ഇന്റർവെല്ലിന് ഒരു സിനിമയ്ക്ക് ക്ലാപ്പ് കിട്ടുന്നത് വളരെ വിരളമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് കുറച്ച് സിനിമകളിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. മലയാള സിനിമയിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്റർവെല്ലിന് തിയേറ്ററിൽ ക്ലാപ്സ് കിട്ടുന്ന സിനിമയായിട്ട് എനിക്ക് ഈ ലോക മാറുന്നുണ്ട്. അത് ആ ഇന്റർവെല്ലിൻ്റെ ഹൈ മൊമെൻ്റ് ആണ്. ആ ഇന്റർവെല്ലിൽ ആരാണുള്ളത്? എൻഡ് ഓഫ് ദി ഡേ കല്യാണി പ്രിയദർശൻ, ഒരുപാട് സിനിമകൾ ചെയ്യാത്ത ഒരു ആക്ട്രസ് നസ്ലിനൊക്കെ
ഇവരൊക്കെയാണ് ഇതിനകത്തുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ആ ഇന്റർവൽ ബ്ലോക്ക് ഇത്രയും ഹൈ മൊമെന്റിൽ നിൽക്കുന്നത് വെച്ചാൽ ഇതിന്റെ റൈറ്റിംഗ് ആണ്. അപ്പോൾ റൈറ്റിംഗ് ആ കൺവിൻഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കൺവിക്ഷൻ ഉണ്ട്, ഇതാണ് എൻ്റെ സിനിമ, ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്, ദിസ് ഇസ് വാട്ട് പീപ്പിൾ ഷുഡ് സീ എന്ന് പറയുന്ന ആ ഒരു കൺവിക്ഷൻ്റെ ബേസിസിലാണ് ലോക അത്രയും ഗംഭീരമായിട്ട് മാറുന്നത്. വേറെയുള്ള കാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് കല്യാണിനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് റിലീഫ് ഓൺ ആക്ച്വലി നെസ്ലിൻ്റെയും സാൻഡിയുടെയും ക്യാരക്ടർ. കാരണം ഒരു സൂപ്പർ ഹീറോ സബ്ജക്റ്റാണ് പറയുന്നത്, സൂപ്പർ ഹീറോയിൽ മാത്രം ഊന്നിപ്പോകുന്ന സമയത്ത് നമുക്ക് ബോറടിക്കും. പക്ഷേ ഓബ്വിയസ്ലി ആ സ്ഥലത്ത് നെസ്ലിനും സാൻഡിയും അരുണും നെസ്ലിനും അതുപോലെ തന്നെ ചന്തു സെലിംകുമാറും അതുപോലെ തന്നെ അരുണും വലിയൊരു ആശ്വാസമായിട്ട് മാറുന്നുണ്ട്. നെസ്ലിൻ്റെ ഭയങ്കരം ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഉള്ള കോമഡി വന്നിട്ട് വളരെ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നത്. കാരണം ഇത് ആലപ്പുഴ ജിംഖാനയ്ക്ക് തൊട്ട് മുമ്പുള്ളതാണ്. അപ്പോൾ പ്രേമലൂടെ ആ ഒരു വൈബും ആ ഒരു സെറ്റും ആ ഒരു മുഖമൊക്കെ നെസ്ലിനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നെസ്ലിൻ്റെ കോമഡി വളരെ നന്നായിട്ട് കണക്ട് ആവുന്നുണ്ട്. ചന്തു സെലിംകുമാർ പ്രത്യേകിച്ചിട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് നമ്മുടെ സെലിംകുമാർ നമ്മുടെ കൂലിയിൽ വരുന്ന പോലെ ഇങ്ങനെ മിന്നി പറയുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അവർ വലിയൊരു റിലീഫാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഈ സിനിമയുടെ ഒഴുക്കിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന 3 ക്യാരക്ടേഴ്സാണ് ആക്ച്വലി നെസ്ലിൻ്റെയും ചന്തുടെയും അതുപോലെ തന്നെ അരുണിൻ്റെയും ക്യാരക്ടർ അവർ നന്നായി ചെയ്തിട്ടുണ്ട്. വിജയരാഘവൻ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റോൾ ചെയ്യുന്നത്, അതൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ആ യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാരക്ടറൈസേഷൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. സ്റ്റിൽ ഒരുപാട് പേർക്ക് അറിയായിരിക്കും, പക്ഷേ ഈ റിവ്യൂ ഒക്കെ വരുന്നത്, ബട്ട് സ്റ്റിൽ ഐ വിൽ കീപ്പ് ഇറ്റ് കോൺഫിഡൻഷ്യൽ. നമുക്ക് ഒരുപാട് നല്ല മൊമെൻറ്റ്സ് എന്താ പറയുക, സെക്കൻഡ് ഹാഫിലോട്ടെല്ലാം വരുന്ന സമയത്ത് ഒരുപാട് നല്ല മൊമെൻറ്റ്സ് മിസ്ഡ്. നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ പങ്ക്ലാൻ 35 കോടി രൂപ ആൻഡ് ദെൻ പ്രൊഡക്ഷൻ ഡിസൈൻ വർക്ക് ബ്രില്യൻറ്റ് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അത്രയും അതിൻ്റെ ഹാർഡ് വർക്ക്, നമുക്ക് ഓരോ ഫ്രെയിമിലും ഇതിൻ്റെ ഹാർഡ് വർക്കാണ്. 400 crores 300 crores ഒക്കെ വെച്ചിട്ട് ഓരോരുത്തർ പടം എടുത്തിട്ട് എന്താണ് ഉള്ളത് ആ സിനിമേനകത്ത് കാണാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലോക ഇസ് സംതിങ് ഡിഫറെൻറ്റ്. എനിക്ക് പേഴ്സണലി ലോക ഒരു ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഐ എൻജോയ് ഇറ്റ് തർലി. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്ര വലിയ സൂപ്പർ ഹീറോ സബ്ജക്ട്സ് ഒന്നും ഞാൻ ഇംഗ്ലീഷിലും കണ്ടിട്ടില്ല. മാർവലിൻ്റെ കുറച്ച് സിനിമകൾ കണ്ടു എന്നല്ലാതെ വേറെ വലിയ സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഫോർ മീ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഇപ്പോൾ എനിക്ക് തോന്നുന്നു AGS ആണ് ഇതിൻ്റെ തമിഴ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് എടുത്തത്, വിച്ച് ഇസ് റിയലി ഗുഡ്. നമുക്കതൊരു അവിടുത്തെ മേജർ പ്രൊഡക്ഷൻ കമ്പനിയാണ്, അവർക്ക് തിയേറ്റേഴ്സ് ഉണ്ട്, അവരത് പ്രോപ്പറായിട്ട് പ്രൊജക്റ്റ് ചെയ്താൽ നമുക്കൊരു നല്ല കളക്ഷൻ ആക്ച്വലി കിട്ടും. സോ ഓണം ക്ലാഷ് ഹൃദയപൂർവ്വം കണ്ടിട്ടില്ല, സോ കാണാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ഓണം ക്ലാഷ് ലിറ്ററലി ഞാൻ പറയാം, എന്താ പറയുക, ലാലേട്ടൻ്റെ ഒരു പടത്തിന് പോസിറ്റീവ് വന്നിട്ടും ലോക ഇസ് ലിറ്ററലി നേരെ ഡബിൾ ആണ് ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ്. അത് ആക്ച്വലി ഇറ്റ്സ് കണ്ടന്റ് ആൻഡ് ദെൻ എങ്ങനെയാണ് ആൾക്കാർ ഏത് തരം സിനിമകളാണ് ആൾക്കാർക്ക് കാണാൻ താല്പര്യം എന്നുള്ള പെർസ്പെക്റ്റീവിലാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ മോഹൻലാൽ ഇസ് ബാഡ്, ബട്ട് എന്താണെന്ന് വെച്ചാൽ ലിറ്ററലി ഓണം വിന്നർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാട് വലിയ കളക്ഷനിലേക്ക് പോട്ടെ, ഐ മീൻ പാൻ ഇന്ത്യൻ ലെവലിലും കാര്യങ്ങളിലേക്കൊക്കെ പോട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമ്മൾ എന്ത് തന്നെ സംഭവിച്ചാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. സോ അങ്ങനത്തെ ഒരു സിനിമയാണ് ആക്ച്വലി ലോക. സോ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ലിറ്ററലി ഐ വാണ്ടഡ് ടു മെൻഷൻ എവ്രി വൺ. നമ്മുടെ സാൻഡി മാസ്റ്റർ മറന്നുപോയി. സാൻഡി മാസ്റ്റർ നമ്മൾ ലിയോയിൽ കണ്ടതാണല്ലോ. ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടർ വരുന്ന സമയത്ത് പുള്ളിക്കാരൻ ആദ്യം മുതൽ ആ ഒരു ഫിസിക് ആയി കഴിഞ്ഞാലും എല്ലാം ആയി കഴിഞ്ഞാലും അതിഗംഭീരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വരെ. ചില കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് സാൻഡി മാസ്റ്റർ വന്നിട്ട് വേറെ ലെവൽ ഓഫ് പരിപാടി ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ലോട്ട് ഓഫ് സർപ്രൈസസ്. കല്യാണി പ്രിയദർശൻ, വാട്ട് എ പെർഫോമൻസ് മാൻ. ലിറ്ററലി എന്താ പറയുക, ലോക എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ഒരു കുട്ടി, അതിൻ്റെ ആ ഒരു മേക്കപ്പ് മുതൽ അതിൻ്റെ ഒരു പുള്ളിക്കാരുടെ ഒരു ടോൺ ഓഫ് ഒരു വേ ഓഫ് ഡയലോഗ് ഡെലിവറി വരെ ഗംഭീരമായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. ഈവൻ അത് വലിയൊരു പുള്ളിക്കാരുടെ ലൈഫ് ടൈം റോളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഈ ഒരു ലെവൽ ഓഫ് റോൾ എന്നൊക്കെ പറയാൻ വെച്ചാൽ അത് നല്ല വൃത്തിയായിട്ട് വരുവാന്നും പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. സോ ഹാറ്റ്സ് ഓഫ് കല്യാണി. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇൻക്ലൂഡിങ് ദുൽഖർ സൽമാൻ ഹു ഇസ് ദ പ്രൊഡ്യൂസർ. കാരണം ഇങ്ങനത്തെ ഒരു സിനിമ കംപ്ലീറ്റ്ലി യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ട് ഇത്രയും ഒരു 35 crore ഇസ് സ്റ്റിൽ എ ബിഗ് ബഡ്ജറ്റ് മലയാളത്തിനകത്ത് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. സോ ഹാറ്റ്സ് ഓഫ് ദുൽഖർ. സോ ഡു വാച്ച് ലോക. നമ്മൾ ഈ ലോക ചാപ്റ്റർ വൃത്തിയായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കാരണം അതിൻ്റെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ ക്യാമിയോസ് വരും. പക്ഷേ എന്ന് വെച്ചാൽ അതിൽ നിന്നും എക്സ്പോസ് ചെയ്യാതെ വാട്ട് ഈസ് നീഡഡ്, ഇത്ര മതി, ഇതിങ്ങനെയാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ, ഇത് ഇത്രയും വന്നിട്ട് ഫ്ലെക്സ് ചെയ്യേണ്ടെന്നുള്ളതിൻ്റെ കൃത്യമായ ഡിസിഷൻ
ഡയറക്ടറിനുണ്ട്. അതുകൊണ്ട് തന്നെ വന്നിട്ട് എനിക്ക് ഇത്രയും ആൾക്കാരുണ്ട്, എല്ലാവരെയും അങ്ങ് ഞാൻ എക്സ്പോസ് ചെയ്തേക്കാം എന്നുള്ളതില്ല. സോ ദിസ് ഇസ് എ യൂണിവേഴ്സ്, ദേ ഹാവ് ടു ബിൽഡ് ഇറ്റ്. സോ യൂണിവേഴ്സ് ബിൽഡ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് വരട്ടെ ലോക എന്ന് പറയുന്നത്. മലയാളത്തിനും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്കും ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് അങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. സോ ഡു ഡെഫിനറ്റ്ലി വാച്ച് ലോക in your theaters.